Hello friends, welcome to my channel shajals crochet. ഇനി നമ്മൾ 3 കളേഴ്സ് വെച്ചിട്ട് എങ്ങനെ ഒരു പാറ്റേൺ ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ബേബി ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിൽ ടേബിൾ റണ്ണറൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അഡൽട്ട് സൈസിനുള്ള ബ്ലാങ്കറ്റ് ആണെങ്കിലും നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത്. ഈ ഒരു പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക്കാണ് യൂസ് ചെയ്തത്, 100% അക്രിലിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എപ്പോഴാണെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പ്രോജക്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് തുടങ്ങാം. അതിന് ശേഷം ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 ചെയിൻസ് ഇട്ടു. അതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. അത് കഴിഞ്ഞിട്ട് 1 2 3 4 ചെയിൻസ് എക്സ്ട്രാ ഇട്ടിട്ട് yarn over 1 2 3 4 നാലാമത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ആയി. ഇനി നെക്സ്റ്റിലൊരു ഡബിൾ ക്രോഷ്യ, ഇത് മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ, പിന്നെ നെക്സ്റ്റിലൊരു ഡബിൾ ക്രോഷ്യ, അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ആയി. ഇനി ചെയിൻ 3 സ്കിപ്പ് ചെയ്യും, 1 2 3 സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡിലൊരു ഡബിൾ ക്രോഷ്യ, തേർഡിലൊരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 സ്കിപ്പ് ചെയ്തിട്ട് 1 2 3 നാലാമത്തേതിൽ ഒരു ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 yarn over 1 2 3 3 സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഉള്ളതിൽ ഒരു ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ, ഇനി ലാസ്റ്റത്തേലൊരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മളിവിടെ ടോട്ടലി 4 ഡബിൾ ക്രോഷ്യേസ് ഇട്ടു. ഇത് ക്ലോസ് ചെയ്യേണ്ട, ബിക്കോസ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്, കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലോസ് ചെയ്യേണ്ട. തുടക്കത്തിൽ 4 ഡബിൾ ക്രോഷ്യ ഉണ്ട്, ഇൻ ബിറ്റ്വീൻ 3 ചെയിൻ സ്കിപ്പ് 3 ഡബിൾ ക്രോഷ്യ, ലാസ്റ്റും 4 ഡബിൾ ക്രോഷ്യ ഉണ്ട്. എന്നിട്ട് നമുക്ക് സെക്കൻഡ് കളർ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്ത് ഈ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ട് ഈ ഒരു വൈറ്റ് കളർ താഴേക്ക് വെക്കാം. എന്നിട്ട് ഒരു ചെയിൻ ഇട്ട് അഗെയിൻ ഈ ബ്ലൂ കളർ ഒന്ന് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആവും. എന്നിട്ട് പ്രോജക്റ്റ് ഇങ്ങനെ ടേൺ ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ഈ ബ്ലൂ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ലൂപ്പിലിട്ട് ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലൂപ്പിലിട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി ഇട്ടു. yarn over ഇവിടെ നമുക്ക് 3 ചെയിൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ, എന്നിട്ട് മൂന്നാമത്തെ ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെയും ചെയിൻ 3 yarn over ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ചെയിനിനുള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ, എന്നിട്ട് തേർഡ് ചെയിനിനുള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ, അഗൈൻ 3 ചെയിൻ, അഗൈൻ ഈ സ്കിപ്പ് ചെയ്ത സ്ഥലത്ത് ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ചെയിനിലൊരു ഡബിൾ ക്രോഷ്യ, തേർഡ് ചെയിനിലൊരു ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് ചെയിൻ 3 ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യൻ്റെ മേളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇടാം. ക്ലോസ് ചെയ്യേണ്ട. നമുക്ക് തേർഡ് കളർ ഏതാണോ മൂന്നാമത്തായിട്ട് കളർ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ കളർ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഞാനിവിടെ പിങ്ക് കളർ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കാം. എടുത്തിട്ട് ബ്ലൂ കളർ താഴേക്കാക്കി ഒരു ചെയിൻ ഇവിടെ ഇട്ടിട്ട് എഗൈൻ ഈ പിങ്ക് വെച്ച് താഴോട്ട് വലിച്ചു കഴിയുമ്പം അത് ടൈറ്റ് ആവും. അത് കഴിഞ്ഞ് സെയിം സ്പേസിൽ ഇതിങ്ങനെ ബ്ലൂ ഇവിടെ തന്നെ ലീവ് ചെയ്തിട്ട് സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ലൂപ്പിലിട്ടിട്ട് ഒന്നും കൂടി ഒരു
സിംഗിൾ ക്രോഷേ. അഗെയിൻ സെക്കൻഡ് ലൂപ്പിലിട്ടിട്ട് മൂന്നാമത്തെ സിംഗിൾ ക്രോഷേ. yarn over. ആദ്യത്തെ ചെയ്തല്ലോ നമ്മൾ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ. അതിനുശേഷം മൂന്നാമത്തെ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ. നാലാമത്തെ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ. ഇനി ചെയിൻ 3. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ടോപ്പിലൊരു ഡബിൾ ക്രോഷേ, സെക്കൻഡിലൊരു ഡബിൾ ക്രോഷേ, തേർഡിലൊരു ഡബിൾ ക്രോഷേ, ചെയിൻ 3. ഇതിൻ്റെ ടോപ്പിലൊരു ഡബിൾ ക്രോഷേ, ഇവിടെ ഒരു ഡബിൾ ക്രോഷേ, തേർഡിലൊരു ഡബിൾ ക്രോഷേ. അതിനുശേഷം ചെയിൻ 3. ഈ ഒരു ഡബിൾ ക്രോഷേൻ്റെ മേലൊരു ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഒരു ഡബിൾ ക്രോഷേ, തേർഡ് ഒരു ഡബിൾ ക്രോഷേ, ഇത് ലാസ്റ്റ് ഒരു ഡബിൾ ക്രോഷേ. 4 ഡബിൾ ക്രോഷേ ഇട്ടു. ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒരു കളർ വൈറ്റ് കളർ മേലോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പിങ്ക് വെച്ചിട്ട് ഒരു ചെയിനും കൂടി ഇടാം. അഗെയിൻ ഈ വൈറ്റ് കളർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 3 റോസ് കിട്ടി, വൈറ്റ്, ബ്ലൂ ആൻഡ് പിങ്ക്. ഈ ഒരു 3 കളറായിരിക്കും നമ്മൾ 3 റോ ആയിരിക്കും ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ, എന്നിട്ട് സെക്കൻഡ് ലൂപ്പിലിട്ട് ഒരു സിംഗിൾ ക്രോഷേയും കൂടി, എന്നിട്ട് സെക്കൻഡ് ലൂപ്പിലിട്ടിട്ട് 1 മോർ സിംഗിൾ ക്രോഷേ. എന്നിട്ട് yarn over. ഈ ഒരു ഇതിൽ ഒരു ഡബിൾ ക്രോഷേ. എന്നിട്ട് ഈ ഒരു പോയിൻറ്റിൽ ഇവിടെ 3 ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഡബിൾ ക്രോഷേ. അപ്പോൾ നമ്മൾ ശരിക്കും ഫസ്റ്റ് റോ റിപ്പീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് 3 ചെയിൻ ഇട്ടിട്ട് അഗെയിൻ ഇതിൻ്റെ മേലിൽ ഒരു ഡബിൾ ക്രോഷേ, 1 2 പിന്നെ 3. അഗെയിൻ ചെയിൻ 3. ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ, സെക്കൻഡിലൊരു ഡബിൾ ക്രോഷേ, തേർഡിലൊരു ഡബിൾ ക്രോഷേ, ചെയിൻ 3. ഈ ഒരു ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ബ്ലൂ കളർ മുകളിലോട്ട് എടുത്തിട്ട് അതിങ്ങനെ അടുത്ത റോ നമ്മൾ ഈ ബ്ലൂ കളർ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 റോസ് മാത്രം നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഈ ഒരു പാറ്റേൺ. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അത്രയും വലുപ്പം വരെ ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്താൽ കറക്റ്റായിരിക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും വലിയ ഹുക്ക് സൈസ് എടുത്ത് ചെയ്തത്. എൻ്റെ കയ്യിലിരിക്കുന്ന യാൺ വളരെ ചെറിയ യാണ്. അപ്പോൾ ഇതിന് പറ്റിയ ഹുക്ക് സൈസ് എന്ന് പറയുന്നത് 3 ആണ്. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്ന 5 ആണ്. ബിക്കോസ് അല്ലെങ്കിൽ കാണത്തില്ല, അതിന് വേണ്ടിയിട്ട് ഞാനിതെടുത്തത്. അത് കുറച്ച് ലൂസായിട്ട് കാണുന്നത്. പക്ഷേ ഈ ഒരു യാൺ ഞാൻ നമ്പർ 2 ഹുക്ക് ഇതിൽ ഏതാണോ അവർ റെക്കമെൻഡ് ചെയ്തത് ആ യാൺ പറഞ്ഞിരിക്കുന്ന ഹുക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് അറിയാം, കുറച്ചും കൂടി അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച്. അപ്പോൾ ഇത് ഈ ഒരു 3 റോസ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും കിട്ടുന്നത്. ഇതിവിടെ ഇപ്പം ഗ്രീൻ, ക്രീം, റെഡ്, പിന്നെയും ഗ്രീൻ, ക്രീം, റെഡ്, ഗ്രീൻ, ക്രീം, റെഡ്, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണോ അത്രയും വലുപ്പത്തിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. ലാസ്റ്റ് നമ്മൾ എല്ലാ പ്രോജക്ട്സിലും ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെയിൻ ഇട്ടിട്ട് നമ്മൾ സ്നിപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തിട്ട് പിന്നെ ഈ എക്സസ് ആയിട്ടുള്ള യാൺ നമ്മളിങ്ങനെ ഹൈഡ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു പാറ്റേണായിട്ട് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. So bye bye.